ഷമീർ കേസ്, തൊപ്പി കേസ്, ഇതിലൊന്നും എനിക്കൊരു അഭിപ്രായമില്ല മുത്തേ. എനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ അതിനെ പറ്റി ഒന്നും പറയൂല. ഞാൻ ആ യൂണിവേഴ്സിക്കേ കാല് കുത്തൂല. മനസ്സിലായോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബാഡാണ് ആക്ച്വലി. ഞാൻ ഇറങ്ങി കുറേ DMs എനിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ അത്രയും DMs എനിക്ക് വരുന്നുണ്ട്. പുതിയ ഗ്യാങ് തുടങ്ങുക, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട്, ചേഞ്ച് ആക്കുക, അത് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റീസെൻ്റ് ആയിട്ട് ഭയങ്കര ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ MRC ചെയ്തിട്ട് എത്തിച്ചൊരു ഗ്യാങ്ങാണ് ആക്ച്വലി. അത് നമുക്ക് അത്രയും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കുറച്ച് നിങ്ങളിത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം നിന്നാൽ മതി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. കാരണം എനിക്കറിയാം, ബിയോണ്ട് മീ, മോർ ദാൻ മീ, MRC എന്നുള്ള ആ ഒരു ടാഗ്, അല്ലെങ്കിൽ MRCനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കുറേ പേര് എൻ്റെ ലൈവ് കാണാൻ വരുന്നവരുണ്ടായിരുന്നു. എനിക്കറിയാം. ഇനി ഇവിടുന്ന് എനിക്കത് അങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് പേഴ്സണലി കഴിയൂല. അപ്പോൾ ഞാനിത് ഓൾറെഡി ഗ്യാങ്ങിലുള്ള എല്ലാവരുടെ അടുത്തും സംസാരിച്ചതാണ്. റാംബോ ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചതാണ് ഞാൻ. എനിക്ക് കാരണം എന്താ വെച്ചാൽ, മെയിൻ തിങ്, വീട്ടിൽ നിന്ന് എനിക്ക് അത്രയും പ്രഷർ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ റെഗുലറായിട്ട് എൻ്റെ ലൈവ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അത്യാവശ്യം ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. അത്യാവശ്യം പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അത്യാവശ്യം ഒരു എനിക്ക് ഫാമിലി പ്രയോറിറ്റിയാണ്, ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അപ്പം ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്ന ഓൺഗോയിങ് കറണ്ട് സിറ്റുവേഷനിൽ അതിൽ പ്രത്യേകിച്ച് എനിക്ക് നോ കമൻറ്റ്സ്. അതിൽ ഞാൻ ഇടപെടാനോ അല്ലെങ്കിൽ അതിനെ പറ്റി കാര്യങ്ങൾ സംസാരിക്കാനോ എനിക്കൊന്നുമില്ല. സ്പാം ചെയ്യല്ല ഗൈസ്. ഞാൻ ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ. നിങ്ങൾ സ്പാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറേ പറയാനുള്ളത് ഞാൻ വിട്ടുപോകും. മനസ്സിലായോ? ഇത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ റാംബോൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, എനിക്ക് ഇതിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും പ്രഷർ വരുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് മാത്രമല്ല ഗൈസ്, നമുക്ക് മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഫാമിലി ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് എനിക്ക് ഇനി ഇതിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അറ്റ് ദ എൻഡ് ഇതൊക്കെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളൊരു ആവശ്യത്തിന് മാത്രം വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ട്രീമാണ്. ഞാൻ അതിന് മാത്രം, എനിക്കത്ര ഇതിൻ്റെ പർപ്പസ് ഉള്ളൂ. നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പലരും പറയണത് എനിക്ക് എൻ്റെ മോഡ്സൊക്കെ അയച്ചു തരാറുണ്ട്, നിങ്ങളിത് കണ്ടിട്ട് ഒരുപാട് എന്താ പറയുക ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിൽ മാക്കു ഇറങ്ങി, മാലിക് ഇറങ്ങി, ബിലാൽ ഇറങ്ങി, ബ്ലേക്ക് ഇറങ്ങി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഇറങ്ങി. അപ്പം എന്താ പറയുക, അവർ MRC എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാൻ എന്നുള്ളത് കണ്ട് ഇറങ്ങിയതാണ്. അപ്പം എനിക്കെന്താ വെച്ചാൽ കൂടുതൽ പറയാനല്ല ഗൈസ്. ഞാൻ പറ്റിക്കണോ അങ്ങനെയൊക്കെ ഞാൻ ഇതേപോലെ മാക്സിമം ഒരു ഔട്ട് ഞാൻ ആ ഗ്യാങ്ങിന് വേണ്ടി ഇട്ടിക്കണ്. പക്ഷേ കറൻ്റ്ലി അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇറങ്ങുന്നത് കണ്ടിട്ട് ഇറങ്ങിയ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. ഓരോ ഡിസപ്പോയിൻ്റ് ആക്കാതെ ഞാൻ എന്തായാലും നോക്കും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും മേ ബി അതിൻ്റെ ഒരു കാര്യം കൊണ്ട് മേ ബി ഞാൻ എൻ്റെ പേഴ്സണലി ഒരു ഗ്യാങ് ചിലപ്പം തുടങ്ങിയേക്കാം ഇൻ ഫ്യൂച്ചർ. മേ ബി അതിങ്ങനെ ചാടി കയറി ഞാൻ പറയുന്നില്ല. ഞാനിത് റാംബോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റാംബോ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞതാണ്, ഇതിൽ വന്ന് കളിക്കാൻ തിരിച്ചു വരാനൊക്കെ റാംബോൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് വീട്ടിൽ നിന്നും ഒക്കെ പ്രഷർ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്കത് ഇനി അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിത് റാംബോ ആണെന്നുണ്ടെങ്കിലും ഇനി വേറെയുള്ള ആൾക്കാരോടൊക്കെ ആണെന്നുണ്ടെങ്കിലും സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തത്. അപ്പം അവിടുന്ന് എന്തായാലും റാംബോ ഈ MRC എന്തായാലും ഡിസ്മാൻഡിൽ ചെയ്യൂല, മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് റാംബോ പറഞ്ഞത്. ഇങ്ങനെ ഒരു കേസിൻ്റെ പുറത്ത് റാംബോക്ക് അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ താല്പര്യമില്ല. അവരെ വന്ന MRC കണ്ട് വന്ന കുറേ പേരുണ്ട്. അപ്പോൾ അത് റാംബോ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ മെയിൻ തിങ് എന്താ വെച്ചാൽ, ഇതിപ്പോൾ എന്താ കട്ടായോ പിന്നെയും? അല്ല, പോസായി കാണേണ്ട പോയത്. അപ്പം റാംബോ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ഇനി അതിൽ
എനിക്കതിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു തീരുമാനം എടുത്തതാ ഗൈസ്. ഇതിന്ന് ഞാൻ ഇനി ഇതിലില്ല, എനിക്കിത് ശരിയാവില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നതുകൊണ്ട് ഞാനായിട്ട് മാറി നിന്നതാണ്. അല്ലാതെ ആരും ഒരാളെയും കുറ്റമല്ല ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ അവരെല്ലാവരും മാക്സിമം ട്രൈ ചെയ്തിക്കണ് എന്നെ തിരിച്ചവിടെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് എന്നോട് സംസാരിച്ചതാണ്, പലരും സംസാരിച്ചതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇറങ്ങി. ഇനി ഒരു MRG എന്ന് പറയുന്ന പരിപാടി എനിക്ക് ഉണ്ടാവില്ല. അപ്പം കുറച്ച് പേര് ഇനി നിങ്ങൾ കാണുക എന്തായാലും, മിക്കവാറും കുറച്ച് പേര് അവിടെയും കുറച്ച് പേര്, വളരെ കുറച്ച് പേരെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്തായാലും. അപ്പോൾ ഇനി ഒന്നൊന്ന് ബിൽഡ് ചെയ്തിട്ടൊക്കെ വേണ്ടി വരും മേ ബി. സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി അങ്ങനെ കൺഫേം ആക്കിയിട്ടൊന്നുമില്ല, കാരണം എനിക്ക് എന്താന്ന് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഞാൻ എന്തായാലും അങ്ങോട്ട് തിരിച്ചു പോകും. എനിക്ക് അങ്ങനെ ഇനി തിരിച്ചു പോകാൻ കഴിയൂല, എനിക്കതിന് ഭയങ്കര പ്രഷറുണ്ട്. അപ്പം അത് ഞാൻ MRG ആയിട്ട് ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയൂല. എനിക്ക് എൻ്റെ കൂടെ ഇറങ്ങി വന്ന ആൾക്കാരെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. MRG ഒരിക്കലും ഡിസ്മാൻഡിൽ ചെയ്യലുണ്ടാവില്ല ഗൈസ്. MRG മിക്കവാറും പേര് മാറ്റിയിട്ട് MRC എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് മാറ്റിയിട്ട് റാംബോ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ചാൻസ്. റാംബോ കണ്ടിന്യൂ ചെയ്യും എന്തായാലും. അവർ കണ്ടിന്യൂ ചെയ്യട്ടടാ. അതെന്താ വെച്ചാൽ അത് ഞാൻ എപ്പോഴും പറയാം, ഇതിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി ഇൻ ഫ്യൂച്ചർ ആൾസോ. കാരണം എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ഇതിൻ്റെ ഒന്നും ആക്ച്വലി ആവശ്യമില്ല. വെറും 100 ആൾക്കാർ വന്ന് കണ്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ അത് വെച്ചാണ്ട് ഈ വന്ന ആൾക്കാരെ ഡിസപ്പോയിൻ്റ് ആക്കാതെ ഞാൻ കൊണ്ടുപോകും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഇനി എങ്ങനെ ആവാന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് MRCയിൽ കളിക്കാൻ കഴിയൂല, അത്രേ ഉള്ളൂ. അതിൽ എൻ്റെ കൂടെ ഇറങ്ങി വന്ന കുറച്ച് പേരെ അവരെ ഡിസപ്പോയിൻ്റ് ആക്കാതെ ഞാൻ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ.